ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മുടെ 80ാമത്തെ ബുക്ക് റിവ്യൂ ആണെന്ന്. ബുക്കിൻ്റെ പേര് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള പേരാണ് അല്ലേ, ആർട്ട് ഓഫ് ലേസിനെസ്. പലപ്പോഴും നമ്മൾ ലേസിനെസ് മാറ്റാനാണ് ശ്രമിക്കുന്നത്, പക്ഷേ എങ്ങനെയാണ് ലേസിനെസ് എന്ന് പറയുന്ന ആർട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നതെന്നും അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ വളരെ മനോഹരമായി ബൈജു സാറിനോട് നമുക്ക് കേൾക്കാം. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബൈജു സാറിനെ. ബൈജു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാംസൺ. ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, സൗണ്ടിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ആർട്ട് ഓഫ് ലേസിനെസ്, സാബു സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ പേര് കണ്ടിട്ടാണ് ഞാനും ഈ പുസ്തകം വാങ്ങിയത്. എന്താണ് ലേസിനെസ്, എന്താണ് മടി, ആർട്ട് ഓഫ് ലേസിനെസ് എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പേരാണ്. അതുപോലെ തന്നെ ചെറിയ ബുക്കാണിത്. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഒരു 161 ടോട്ടൽ 106 പേജേ ഉള്ളൂ, 106 പേജേ ഉള്ളൂ. പിന്നെ 2 പേജ് നോട്ട്സും. ചെറിയ ബുക്കാണ്, അതും 2 ഭാഗമായിട്ടാണ് പുള്ളി തിരിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന്. ഇതിൽ എഴുതിയാളെ പേരൊന്നുമില്ല, ലൈബ്രറി മൈൻഡ് സെറ്റ് പബ്ലിഷ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ആരാണ് എഴുതിയതെന്നോ അങ്ങനെയൊന്നും. പക്ഷെ ഈ പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പല ബുക്കുകളിൽ നിന്നും എടുത്ത ഒരു കോർ കണ്ടന്റ് ആണെന്ന് തോന്നുന്നു. പുള്ളി അതുകൊണ്ട് പേര് എഴുതിയിട്ടില്ല, ഇത് ആരാ എഴുതിയതെന്നുള്ളത്. ഈ പുസ്തകം 2 പാർട്ടായിട്ട്, ഒന്ന് മൈൻഡ് സെറ്റും പിന്നെ അതുപോലെ തന്നെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എന്തൊക്കെയാണ് ഏതൊക്കെ ടെക്നിക്കുകളാണ് നമ്മൾ ഈ ലേസിനെസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ജാപ്പാനീസ് ടെക്നോളജി, ഇപ്പോൾ ഇക്കിഗായി, കൈസൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ പുസ്തകം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, ഇതിൽ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പുള്ളി പറയുന്ന കാര്യം, നമ്മൾ ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, വളരെ ചെറുതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള പ്രപഞ്ചത്തിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ ജീവിതം ശരിയായ വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, അതായത് നമ്മൾ കുറേ സമയം മൊബൈൽ നോക്കിയും അല്ലെങ്കിൽ TV ഷോസ് ഒക്കെ കണ്ട്, നമുക്കറിയാം മൊബൈല് സ്ക്രോൾ ചെയ്യുന്നത് നല്ല സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എഫേർട്ടുള്ള ഒരു പണിയാണ്. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുക എന്താണ്, നമ്മളെ മൈൻഡ് എപ്പോഴും നമ്മളോട് പറയാം, കുറച്ച് ഈസി ആയിട്ടുള്ള പണികൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മളെ മൈൻഡ് എപ്പോഴും നമ്മളോട് പറയാം. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 80ാമത്തെ വയസ്സിൽ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. ഇത് നമ്മൾ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിന്റെ 2ാമത്തെ ബിഗിൻ വിത്ത് എൻഡ് ഇൻ യുവർ മൈൻഡ് എന്നുള്ളതിലും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ്. അതായത് എല്ലാം കഴിഞ്ഞ് അവസാന കാലഘട്ടത്തിൽ നമ്മളെ ശവസംസ്കാര ചടങ്ങിൽ ആളുകൾ നമ്മളെ പറ്റി എന്ത് പറയും എന്നുള്ളത് പോലെ തന്നെ 80ാമത്തെ വയസ്സെത്തുമ്പോൾ നമുക്ക് കുറച്ച് റിഗ്രറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഞാനൊന്നും ചെയ്തില്ല ജീവിതത്തിൽ. ഇപ്പൊ ഇത് പറയുമ്പോ സ്ഥലം പറയുന്നില്ല, നമ്മളൊരു 2 ഇതാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, ഏരിയോ അതൊന്നും പറഞ്ഞില്ല. അതിലിപ്പോ വയസ്സായപ്പോ അയാൾ ഉള്ള സമയത്ത് ഫാമിലിന്റെ കൂടെ ഒന്നും സ്പെൻഡ് ചെയ്തില്ല. ഇപ്പൊ മോൻ പോയി ഗൾഫിലേക്ക് പോയി, വിദേശത്ത് പോയി, ഭാര്യ മരിച്ചു. ഇപ്പൊ പുള്ളി പറയാറുണ്ട്, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, എന്റെ ഫാമിലി ടൈം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അവനുള്ള സമയത്ത് ഫുൾ ടൈം ജോലിയും, രാത്രി വീട്ടിൽ വരാറേ ഇല്ല. പക്ഷെ പുള്ളി വീട്ടില് സ്വസ്ഥമായി ഇരിക്കുമ്പോൾ വീട്ടിലെ ആൾക്കാരും ഇല്ല. അപ്പൊ ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കംപ്ലീറ്റ് ഈ ബുക്കിൽ തന്നെ പറയുന്നത് ഡോണ്ട് വർക്ക് 24/7. നമ്മൾ 24 മണിക്കൂർ വർക്ക് ചെയ്യാനല്ല ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ലൈഫ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ഇപ്പൊ നോട്ട് ഡൂയിങ് വാട്ട് യു ലവ്, അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തില്ല, ഇഷ്ടപ്പെട്ട ആരോടുകൂടി നമ്മൾ സംസാരിച്ചില്ല, ഇങ്ങനെയുള്ള റിഗ്രറ്റ്സുകൾ നമുക്ക് 80, കാരണം ജീവിതം വളരെ ഷോർട്ടാണ് എന്നുള്ളതാണ്. പിന്നീട് പലരും ചെയ്യുന്ന ഒരു സാധനമാണ് പെർഫെക്റ്റ് ടൈം. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഹിന്ദു റിലീജിയനിലൊക്കെ ജോലിച്ചും അതൊക്കെ കുറച്ച് ഇതാണ്, പെർഫെക്റ്റ് ടൈം നമ്മളെപ്പോഴും നോക്കിയിരിക്കും. പക്ഷെ ഒരിക്കലും ആ പെർഫെക്റ്റ് ടൈം ഒരിക്കലും വരില്ല എന്നുള്ളതാണ് സത്യം. ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ദ ബെസ്റ്റ് ടൈം ഈസ് നൗ. ഇതാണ് ഏറ്റവും നല്ല ടൈം. ഇതിനു മുമ്പ് നല്ലൊരു ടൈം ഉണ്ടായിരുന്നത് 20 വർഷത്തിന് മുമ്പാണ്. 20 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആണ്, ആ 20 വർഷത്തിന് ശേഷം ഇതാണ് ബെസ്റ്റ് ടൈം.
കാരണം പലപ്പോഴും നമ്മളെ ലൈഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഐഡിയ ഉണ്ടാവും, ചെയ്യണമെന്നുണ്ടാവും. അന്നേരമായിരിക്കും നമ്മളെ മൈൻഡിൽ വരുന്നുണ്ടാവുക ഇപ്പൊ രാഹുകാലാണ്, അല്ലെങ്കിൽ ഇത് ചൊവ്വാഴ്ചയാണ്, അല്ലെങ്കിൽ ഇത് വേറെ ദിവസമാണ്. പക്ഷെ ബുധനാഴ്ച രാവിലെ മിക്കപ്പോഴും ഈ ഐഡിയ നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. അന്നേരം വേറെ എന്തെങ്കിലും എക്സ്ക്യൂസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നല്ല കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കഴിയുന്നതും രാഹു അത് ഇതൊന്നും നോക്കാണ്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ പെർഫെക്റ്റ് ടൈം ഇതാണ് എന്ന് ചിന്തിച്ചിട്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ ലൈഫ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എത്രയോ മനോഹരമായ കാര്യങ്ങൾ നമ്മൾ നീട്ടി വെച്ചത് കൊണ്ട് ചിലപ്പോഴൊന്നും പിന്നെ പെർഫെക്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് അതിനൊരു ചൂടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് മാറിയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ടൈമിന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നീട് പാർട്ട് 1 മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ പാർട്ട് 1-ല് അദ്ദേഹം പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഡയലോഗാണ്. നമ്മൾ ഒരിക്കലും ഇഫ് യു സ്പെൻഡ് യുവർ ടൈം ചേസിങ് ബട്ടർഫ്ലൈസ്, നിങ്ങൾ ടൈം ബട്ടർഫ്ലൈ പൂമ്പാറ്റകളെ ചേസ് ചെയ്യാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ദേ വിൽ ഫ്ലൈ അവേ, അത് പറന്നു പോകും. ബട്ട് ഇഫ് യു സ്പെൻഡ് ടൈം മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, നിങ്ങൾ അതിന് പകരം, അതിനെ ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നല്ല വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ ദ ബട്ടർഫ്ലൈസ് വിൽ കം. ബട്ടർഫ്ലൈ അവിടെ, പൂമ്പാറ്റകൾ അവിടെ വരും. അപ്പോ ഇതിൽ പറയുന്നത് ഡോണ്ട് ചേസ്, അട്രാക്ട്. അതായത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നമ്മൾ ചേസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമ്മൾ അതായത് ഇതിന്റെ കോർ ഏരിയ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മളെ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തതെങ്കിൽ അതും ഉണ്ടാവില്ല, നമുക്കൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടാക്കാനും പറ്റൂല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതിൽ. പിന്നെ ഇതിൽ പറയുന്നത് 100% റെസ്പോൺസിബിലിറ്റി. നമ്മളെ ജീവിതത്തിന്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കണം. മറ്റുള്ളവരാരും എന്ത് ചെയ്യില്ല, ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റൂല എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ. 100%. ദ പ്രൈസ് ഓഫ് ഗ്രേറ്റ്നെസ് ഈസ് റെസ്പോൺസിബിലിറ്റി. പിന്നെ വിൻസ്റ്റൺ ചർച്ചിലിന്റെ മനോഹരമായ ഇതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിന്റെ അത് നമ്മൾ പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്രിയാൻ ട്രേസിന്റെ ബുക്കുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നാണ് പറയാറ്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കപ്പിത്താൻ എന്നുള്ള കൺസെപ്റ്റ്. അതിന്റെ വേറൊരു വേർഷനാണ് അദ്ദേഹം പറയുന്നത് 100% റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നിങ്ങൾ ജീവിതത്തിനെ വളരെ ലേസി ആയിട്ട് നമ്മൾ തള്ളി നീക്കുവാണെങ്കിൽ നോ ബഡി കെയർസ് ഇഫ് യു ആർ ലേസി ഓർ നോട്ട്. നോ ബഡി, അതായത് സ്വന്തം ഭാര്യയും മക്കളും പോലും, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പൈസ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മളൊരു ഇതായിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു വലിയൊരു, അയാളുടെ പേര് പറയുന്നില്ല, ഗുരുവായൂർ നടയിൽ കുറെ പിന്നെ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ നല്ല കാലഘട്ടങ്ങളിൽ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനും അതിനൊന്നും സമയം പാഴാക്കാതെ നല്ല ഭഗവത്ഗീത, ഭാഗവതം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ സമയം ഇൻവോൾവ് ചെയ്ത് അവരുടെ പേരക്കുട്ടികൾക്കൊക്കെ ഇതൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും അവരെന്താവില്ല, വീട്ടിലധികം പറ്റും ഒന്നും ആവില്ല, അവരെ നോക്കാനും ആൾക്കാരുണ്ടാകും. അപ്പൊ നമ്മൾ പിന്നെ ആ മടിയും അതൊന്നും എല്ലാം മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സമയത്തെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കണം. അല്ല എങ്കിൽ ആരും നമ്മളെ ഇതാക്കൂല. നമ്മളിപ്പം പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നു, നോ ബഡി കെയർസ്. ഇപ്പൊ ഇപ്പം ഞാൻ സാബു സാറോട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പം നാളെയും മറ്റന്നാളൊക്കെ 1-2 ക്ലാസ്സിൽ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു ദിവസത്തേക്ക് ഇപ്പം മാറ്റാം എന്ന് വെച്ചാൽ അവര് വേറെ ആളെ നോക്കും. കാരണം എനിക്ക് പകരം 100 ആളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മളുടെ പ്രൊക്രാസ്റ്റിനേഷൻ ഒന്നും ചെയ്യാണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ പലരുടെയും പ്രശ്നമാണ്, നമ്മൾ പാസ്റ്റിനെ പറ്റിയിട്ട് വല്ലാതെ ഒന്ന് ചിന്തിക്കുക. അതായത് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സുകൾ പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? പിന്നെ ഒരു മിസ്റ്റേക്സ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ്? അതിനെപ്പറ്റി പിന്നെ ഭയങ്കരമായിട്ട് ചിന്തിക്കും, അല്ലെങ്കിൽ അതിനെ തീരെ മൈൻഡ് ചെയ്യാതിരിക്കും. ഇതാണ് ചെയ്യാറ്. പാസ്റ്റിൽ ഒരു എക്സ്പീരിയൻസ്, ബാഡ് ഒരു മിസ്റ്റേക്സ് നമുക്ക് പറ്റി പാസ്റ്റിൽ, നമ്മൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാറ്? ജനറലി വറീഡ് ആവും. വറീഡ് ആകും. അതില് പിന്നെ വേറെ ആർക്കെങ്കിലും അഭിപ്രായം പറയാം? എന്താണ് നമ്മൾ ആക്ച്വലി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാറേ, അത് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്.
ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. You have to learn a lesson from ആരെയാർക്കെങ്കിലും you have to learn a lesson from the ഓക്കെ രാജ് സർ, താങ്ക് യു. അതായത് ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ നമുക്കൊരു മിസ്റ്റേക്സ് സംഭവിച്ചാല് രണ്ടിന്റെ മീഡിയത്തിൽ നമ്മൾ നിൽക്കുന്നതാണ് നല്ലത്. ഓവറായിട്ട് അത് മൈൻഡിലേക്ക് കൊണ്ടുവരാനും പാടില്ല. ഓവറായിട്ട് നമ്മളത് എടുത്താൽ എന്താണ് സംഭവിക്കുക? നമുക്ക് പേടിയാവും അതേ കാര്യങ്ങൾ പിന്നെ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയം വരും. പക്ഷെ അത് നമ്മൾ തീരെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ നമ്മൾ മിസ്റ്റേക്സ് ആദ്യം ചെയ്യും. നമ്മളിപ്പോ തീരെ നെവർ മൈൻഡ് ആക്കി വിട്ടു എന്ന് വിചാരിക്കുക, ആ മിസ്റ്റേക്സ് അല്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, നല്ലതല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് പോയാൽ ആദ്യം എന്ത് ചെയ്യും? കൂടുതൽ മിസ്റ്റേക്സുകൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും മീഡിയത്തിൽ, അതായത് മിസ്റ്റേക്സിന്റെ അടുത്ത് തലയിൽ കയറ്റാനും പാടില്ല, തീരെ മൈൻഡ് ചെയ്യാതിരിക്കാനും പാടില്ല. അപ്പൊ രണ്ടും ഒരു മീഡിയം ലെവൽ. അതിൻ്റെ അകത്ത് എന്താണോ രാജ് സാർ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. കാരണം അതിനെ ഓവറായിട്ട് തലയിൽ കയറ്റാനും പാടില്ല എന്ന് പറയുന്നു. അതായത് there are only two things that the past can give you, lessons and regrets, അല്ലെ? ഒരിക്കലും നമുക്കതൊരു പാഠങ്ങൾ തരും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു ഇത് തരും. If a mistake happens, learn from it and move on. Don't waste your time. If you are not moving forward, you are making a second mistakes. Okay. പിന്നെ നമ്മളോട് പറയുന്നത് സ്റ്റിക്സ് ടു യുവർ ബിസിനസ്. അതായത് നമ്മളെ കാര്യം കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഭയങ്കര സെൽഫിഷ് ആകണം എന്നല്ല പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ട് സമയം കളയാൻ പാടില്ല. മറ്റുള്ളവരെ കുറ്റം പറയാനും അവനത് ചെയ്തത്, നമുക്ക് പൊതുവെ താല്പര്യം കൂടുതൽ അതാണ്, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ, അയാൾ ചെയ്തത് അത് ശരിയായില്ല. അതിന് പകരം നമ്മളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പിന്നെ നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു, അതായത് നമുക്കല്ലാണ്ട് വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. അപ്പൊ അതില് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മൾ ആരെയും ജീവിതത്തിൽ അധികം ഡിപ്പെൻഡബിൾ ആകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ആർക്കും അത്രയും നമുക്ക് നമ്മളോടുള്ള സ്നേഹം പോലെ വേറെ ആർക്കും നമ്മളോട് ഉണ്ടാവില്ല. അപ്പൊ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു സ്റ്റോറി പറയുന്നത്, ഒരു നാട്ടിലൊരു കർഷകൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ കർഷകൻ ഗോതമ്പിന്റെ കുറെ കൃഷിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ആ വയലില് ഒരു മരത്തിന്റെ മേലെ കുരുവികൾ വന്ന് ഇതുണ്ടായിരുന്നു. അതിൽ കുറെ ശല്യങ്ങളും ഇതൊക്കെ തിന്നുന്നതൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ദിവസം ഈ കുരുവിക്ക് 2 കുട്ടികളുമുണ്ട്. അപ്പൊ കുരുവി എന്ത് ചെയ്യും? രാവിലെ ആകുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പോകും. ഒരു ദിവസം വൈകുന്നേരം കുരുവി വീട്ടിൽ വരുമ്പോൾ ഈ 2 കുട്ടികളും, അതായത് കൂടിലേക്ക് വരുമ്പോൾ 2 കുട്ടികളും ഭയങ്കര പേടിയോടെയാണ് കാണുന്നത്. അപ്പൊ ഈ അമ്മക്കുരുവി ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്ന് കർഷകൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ പുള്ളി മരം മുറിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് അയാൾ പറഞ്ഞു, നാളെ അയാളുടെ മകൻ വരും, ആ മകൻ എന്ത് ചെയ്യും? ഈ മരം മുറിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അമ്മക്കുരുവി പറഞ്ഞു, അത് നാളെ അത് സംഭവിക്കൂല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും. പിറ്റേന്ന് സംഭവിച്ചില്ല. അപ്പൊ അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പിന്നീടും ഈ കുരുവി രാത്രി വന്നപ്പോ മക്കൾക്ക് ഭയങ്കര പേടി. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഇന്നും കർഷകൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കർഷകൻ പറഞ്ഞത്, ഞാൻ നാളെ, അതായത് മോനോട് പറഞ്ഞിട്ട് ശരിയാവുന്നില്ല, ഞാൻ നാളെ ഒരു പണിക്കാരനെ അയക്കാം, അവൻ എന്ത് ചെയ്യും? മരം മുറിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അമ്മക്കുരുവി പറഞ്ഞു, അതും സംഭവിക്കൂല, നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ടെൻഷൻ അടിക്കേണ്ടതാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം മക്കൾക്ക് ടെൻഷൻ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഇന്ന് കർഷകൻ വന്ന് പറഞ്ഞത് ഞാൻ കുറെ കാലം കുറെ ആളെ വിശ്വസിച്ചു. ആദ്യം മക്കളെ വിശ്വസിച്ചു, വേറെ എന്റെ പണിക്കാരനെ വിശ്വസിച്ചു, എന്റെ സമയം കുറെ കളഞ്ഞു. ഇനി നാളെ ഞാൻ തന്നെ വന്നിട്ട് മരമൊക്കെ റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞപ്പോ അമ്മക്കുരുവി പറഞ്ഞു, ഇനി നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. കാരണം അയാൾ തന്നെ വന്ന് ചെയ്യാം എന്നാണെങ്കിൽ അയാൾ നാളെ ഇത് ചെയ്തിരിക്കും. അപ്പൊ അവര് പോയി. നെക്സ്റ്റ് ഡേ കർഷകൻ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളുടെ കാര്യങ്ങൾ വേറെ ആരും, നമ്മൾ അധികം മറ്റുള്ളവരെ ഡിപ്പെൻഡബിൾ ആകാൻ പാടില്ല എന്ന് പറയുന്നു. നമ്മൾ തന്നെയാണ് നമ്മളെ മാക്സിമം നോക്കേണ്ടത് എന്നുള്ളത്. അതിന് ഇതിന്റെ ലാസ്റ്റ് ഇദ്ദേഹം, ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഇദ്ദേഹം പറയുന്നത് 3 ടൈപ്പ് ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകുക. ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ. ഇവരാണ്, ആദ്യത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഉള്ളത്. ദേ നെവർ സ്റ്റാർട്ട്, അവരൊന്നും തുടങ്ങില്ല. ദേ നെവർ സ്റ്റാർട്ട്. ഓക്കെ. ദേ നെവർ ഡു എനിത്തിങ്, അവരൊന്നും ചെയ്യൂല. ഓക്കെ.
They sit there and they laze. അവരിരിക്കും, അവർ ഭയങ്കര മടിയന്മാരായിരിക്കും. ദേ നെവർ വർക്ക്. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരൊന്നും ജോലി ചെയ്യില്ല. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യില്ല. മിക്കവാറും അവർ പലരുടെയും എംപ്ലോയിയും അങ്ങനെയൊക്കെ ആയിരിക്കും. They never do what they are supposed to do. They are just waiting for something good happen. അവരെപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പലരും വരും. അപ്പോ എന്താകും, സംഭവം സൂപ്പർ ആകും. അത്ര വരെ അവരെന്ത് ചെയ്യില്ല. അതാണ് നമ്മുടെ സമൂഹത്തിൽ മെജോറിറ്റിയും ഉള്ളത്. രണ്ടാമത്തെ ആൾക്കാർ, ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ദോസ് ഹു സ്റ്റാർട്ട്. അവർ സ്റ്റാർട്ട് ചെയ്യും, ബട്ട് എന്തെങ്കിലും ഹാർഡ് തിങ്സ് വരുമ്പോൾ അവരത് വിട്ടുപോകും. ആൻഡ് ദെൻ ദേ റിഗ്രറ്റ് വൈ. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം പറയും, എന്തിനായിരുന്നു ഞാനത് ചെയ്തത്, അന്ന് ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ആരോ ആയിട്ടുണ്ടാകും, ചിലപ്പോൾ അംബാനിയോ അങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാനന്ന്. അപ്പൊ ചിലപ്പോൾ ഒരു GST നല്ല നോട്ടീസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു റെയ്ഡ് വരുമ്പോഴോ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് പോയവർ 4-5 കൊല്ലം കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും, ഞാൻ എന്തിനാണ്. അതായത് ഇത് സെക്കൻഡ് ടൈപ്പ് പീപ്പിൾ. തേർഡ് ടൈപ്പ് പീപ്പിൾ ഡോണ്ട് ഗിവ് അപ്പ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അവര് എന്ത് ചെയ്യും, അവര് നിൽക്കും. അവരെന്താണോ, അവരുടെ സ്വപ്നം എന്താണോ അതിനു വേണ്ടി അവർ വർക്ക് ചെയ്യും. അങ്ങനെയുള്ളവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇപ്പം ഇത് പറയുമ്പോൾ മുകേഷ് അംബാനി ഏതോ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ജോലി ചെയ്യാനും നമുക്ക് മിനിമം ധൈര്യം വേണം. അത് ഏത് ബിസിനസ് ആയാലും ഏത് ജോലി ആണെങ്കിലും അത് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, കുറച്ച് മനധൈര്യം. അത് ഇപ്പൊ ഈവൺ ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി എന്ത് വേണം, ഒരു മിനിമം ധൈര്യം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ 3 ടൈപ്സ് ഓഫ് പീപ്പിൾ ആണ് ഉള്ളതെന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ ചാപ്റ്റർ കൺട്രോൾ വാട്ട് യു ക്യാൻ കൺട്രോൾ. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സാധനങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. ഇന്നത്തെ ജനറേഷൻ, കാരണം കുറെ സൈക്കോളജി എക്സ്പേർട്ട് ആൾക്കാർക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നോക്കിയാൽ പലപ്പോഴും പല ഫാമിലി ബന്ധങ്ങളിലായാലും അവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വേണ്ടാണ്ട് പലരെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകും. നമ്മളെ വിചാരം ഇതൊക്കെ നമ്മളുടെ ഇതാണ്. പക്ഷേ ഇന്നത്തെ പഴയകാലം പോലെയല്ല. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് എല്ലാവർക്കും, ഇപ്പം എനിക്കിപ്പോ എന്റെ ഭാര്യയോ അല്ലെങ്കിൽ മകനോടോ നമുക്ക് അധികം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. കാരണം അവരുടെ ഇന്ന് കുറച്ചും കൂടി ഓപ്പൺ ഇതാണെന്ന് തോന്നുന്നു, സൊസൈറ്റി ആണെന്ന് തോന്നുന്നു. അപ്പൊ പല പ്രശ്നങ്ങളും നമുക്ക് 2 ആഴ്ച മുമ്പ് സംസാരിച്ചപ്പോൾ ഒരാള് പറഞ്ഞൊരു സംഭവമാണ്, അവരൊക്കെ ഹാപ്പി ആയിരിക്കാനുള്ള ഒരു റീസൺ എനിക്ക് തോന്നുന്നത് അവര് മറ്റുള്ളവരധികം കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ഓവർ കൺട്രോൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കൊന്നുണ്ടാകും, നമുക്കൊരു പീസ് ഓഫ് മൈൻഡും നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ അതായത് 100% റെസ്പോൺസിബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഇത്രയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയുണ്ട്? പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ? സെക്കൻഡിൽ ഇദ്ദേഹം പറയുന്നത് ഒന്നുമില്ല കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ഓക്കെ സാർ, താങ്ക് യു. രണ്ടാമത്തെ ഇതിൽ അദ്ദേഹം കംഫർട്ട് സോൺ ഈസ് യുവർ എനിമി. അത് നമുക്ക് പല ട്രെയിനിങ്ങിലും നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ലൈഫിൽ നമ്മൾ ഇമ്പ്രൂവ് ആകണമെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക്, അതായത് നമ്മളെപ്പോഴും കംഫർട്ട് സോൺ എപ്പോഴും നമ്മൾ എന്താക്കും, ഒരു മടിയനാക്കും എന്നുള്ളതാണ്. അപ്പൊ എ കംഫർട്ട് സോൺ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ബട്ട് നത്തിങ് എവർ ഗ്രോസ് ദർ. അപ്പൊ അതൊരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് അവിടെ നിന്നും വളർച്ചയ്ക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ് കംഫർട്ട് സോണിൽ. അപ്പൊ ഗ്രോ ഡിമാൻഡ്സ് ദാറ്റ് യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതായത് നമ്മുടെ വളർച്ച എപ്പോഴും നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, കംഫർട്ട് സോൺ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം എന്നുള്ളത് വളർച്ച ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനം. അപ്പൊ ഇതിൽ മെയിനായിട്ട് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ ലക്ഷ്യങ്ങൾ, സെറ്റ് ക്ലിയർ ഗോൾസ്, ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം. റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം. ഡോണ്ട് ഓവർ കോംപ്ലിക്കേറ്റ്. ഒരു
ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഡിക്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ചെയ്യൂല. അപ്പൊ യു വിൽ റിഗ്രറ്റ് ഇറ്റ് ലേറ്റർ വെൻ യു ഡോണ്ട് നമ്മള് ഫോക്കസ് ചെയ്യാണ്ട്. പിന്നെ നമ്മള് മറ്റുള്ള ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഓർഡർ കൊടുത്തൊരു പുസ്തകമാണ്, കിട്ടിയിട്ടില്ല. പിന്നെ അതിൽ പറയുന്നുണ്ട് നമ്മൾ ഏതിലെങ്കിലും ഒന്ന് മാസ്റ്ററി ആകണം. ഞാൻ ഈ റിവ്യൂസ് കാണുമ്പോൾ ആ മാസ്റ്ററി ആയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ ഏതാവണം ഇപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഡിഫറെന്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നില് നമുക്ക് മനസ്സിലാകും ഇതാണ് എൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പം എം.ടി. വാസുദേവൻ നായർക്ക് എഴുത്ത്, അതാണ് അദ്ദേഹത്തെ മാസ്റ്ററിങ് ആയത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒന്നിലേക്ക് മാസ്റ്ററിങ്ങിലേക്ക് പോകണം എന്നുള്ളത് ഈ പുസ്തകം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പുസ്തകത്തിന് ഇമ്പോർട്ടന്റ് ആണ് അത്. കാരണം ഇനി സമൂഹം ഡിമാൻഡ് ചെയ്യുന്നത് മാസ്റ്റേഴ്സിനെയാണ്. ഇപ്പൊ നമ്മളായാലും അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ഇപ്പം എന്തൊക്കെ ഒരു സുഖമില്ലെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് അതിന്റെ എക്സ്പേർട്ടിന്റെ ഇടിക്കാണ്. അല്ലാണ്ട് സാധാരണ ഡോക്ടർ ഇടിക്കല്ല നമ്മൾ പലപ്പോഴും പോകുന്നത്, അതിന്റെ എക്സ്പേർട്ടുകളെ തേടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മളുടെ കറക്റ്റ് ഏരിയ നമ്മൾ നോക്കണം. ഈവൻ ആ പുസ്തകത്തിന്റെ റിവ്യൂ കണ്ടപ്പോ അതിന്റെ ഓദർ തന്നെ ഒരു 10-40 ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് കറക്റ്റ് പ്ലേസ് ഏതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഇക്കിഗൈ കൺസെപ്റ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിന് നമുക്ക് വരുമാനവും കിട്ടണം. രണ്ടും കൂടി മിക്സ് ആയി പോയാലേ നമുക്ക് ഇതാവുള്ളൂ. കാരണം അത് തന്റെ പാഷനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അരി വാങ്ങാൻ പിന്നെ ഇതില്ലെങ്കിൽ നമ്മളെ എം.ടി. സാറിന്റെ ഇതൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ ലാസ്റ്റ് ഭഗവതിന്റെ കൈമേൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്. കാരണം നമുക്ക് പാഷൻ മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് എന്ത് വേണം, ആ പാഷന് നമുക്കത് പ്രൊഫഷൻ ആക്കാൻ വേണ്ടി പറ്റുമെന്നും കൂടി നോക്കണം. ആ പ്രൊഫഷന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും കൂടി നോക്കണം. പിന്നെ ഇദ്ദേഹം പറയുന്നത്, ഇതിൽ പറയുന്നത് തിങ്ക് ലോങ് ടേം. അതായത് നമ്മളെപ്പോഴും നമ്മളൊരു പ്രൊഫഷനിലേക്ക് നമ്മൾ ഒന്നിലേക്ക് പോകുമ്പോൾ നമ്മളത് ലോങ് ടേമിലേക്ക് ചിന്തിക്കണം എന്ന് പറയുന്നു. അല്ലാണ്ട് പിന്നെ നരേന്ദ്രമോദിന്റെ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു കുട്ടി ചോദിച്ചു, നിങ്ങളുടെ ഇതിങ്ങനെ ആകാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിനോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തെങ്കിലും കാര്യമായി ചെയ്യണം എന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്യാറെന്താന്ന് വെച്ചാൽ, ഇപ്പൊ സച്ചിൻ നന്നായി ക്രിക്കറ്റ് കളിക്കുമ്പോൾ രാവിലെ ഒരു നല്ലൊരു ക്രിക്കറ്റർ ആവണമെന്ന് ചിന്തിക്കും. അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഷാറൂഖ് ഖാന്റെ നല്ലൊരു മൂവി കാണുമ്പോൾ നമ്മൾ സിനിമയാണ് ബെസ്റ്റ്, യേശുദാസിന്റെ നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് പകരം പിന്നെ ഇന്ന് അത് കുട്ടികൾക്ക് മാത്രമല്ല, പലപ്പോഴും ഇപ്പം വലിയവർക്കും ആ ഒരു പ്രശ്നമുണ്ട്. കാരണം പലർക്കും അറിയില്ല ഞാൻ ഏത് മേഖലയിലാണ് പോകേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ രാവിലെ ഉള്ള ഡിസിഷൻ ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവാം. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ ലോങ് ടേമിലേക്ക് ചിന്തിക്കണം, നമുക്ക് എന്താവണം എന്നുള്ളത് നമ്മൾ ലോങ് ടേമിലേക്ക് ചിന്തിക്കണം എന്ന് പറയുന്നു. Laziness feels good in the present as it gives an immediate dopamine hit. അല്ലെ, നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാല് ഈ മടി നമുക്ക് ആ സമയത്ത് നമുക്കൊരു സുഖം കിട്ടുമെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടാവാറ്. ആ സമയത്ത് നമുക്ക് എന്തുണ്ടാക്കുക, ഡോപ്പമൈൻ ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ആ സമയം നമ്മൾ ഇൻട്രസ്റ്റോടെ, ഇപ്പം ഒരു ദിവസം എക്സാമ്പിൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായതാണ്. ഇപ്പം മടിച്ചിട്ട് ഒരു ദിവസം സ്കൂളിൽ പോയില്ല എന്ന് വിചാരിക്കും, എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട്, ഇപ്പം തലവേദനയോ പനിയോ അങ്ങനെ എന്തെങ്കിലും റീസൺ പറഞ്ഞ് നമുക്കറിയാതെ ആക്ച്വലി സംഭവിച്ചിട്ടൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ പിന്നെ ഒരു ലീവ് എടുത്തു. അതൊരു ഉച്ച കഴിഞ്ഞാല് രാവിലെ ഒക്കെ കുറച്ച് സന്തോഷം ഉണ്ടാകും. ചിലപ്പോൾ അന്ന് കണക്കിന്റെ ടീച്ചർ ചോദ്യം ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പദ്യം പഠിച്ചുകൊണ്ട് പോകേണ്ട ദിവസമായിരിക്കും. അപ്പൊ അന്നേരമൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും, നമ്മളതിലില്ലല്ലോ, അവർക്ക് അടി കിട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സംതൃപ്തി ഉണ്ടാകും. ഒരു ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ വിടാനൊക്കെ ആകുമ്പോൾ നമുക്ക് നേരെ കുറ്റബോധം ഉണ്ടാവും, അല്ലെ, ഒരു റിഗ്രറ്റ് പോകാമായിരുന്നു. പിന്നെ കാരണം ചിലപ്പോ നെക്സ്റ്റ് ഡേ പോയാൽ നമ്മളെ മാത്രമായിട്ട് പദ്യം ചലിപ്പിക്കും, അതായാലും വലിയ ടെൻഷനാണ്. അപ്പൊ അന്നേരം ചിന്തിക്കും പോകാമായിരുന്നു. നമുക്ക് ഈ ലേസിനെസിന്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് മാത്രമേ നമുക്കത് പിന്നെ ഇപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ ആയാലും നമുക്ക് നീട്ടിവെക്കുമ്പോൾ ആ ചെറിയൊരു ടൈമിന് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അതിനുശേഷം കംപ്ലീറ്റ് കുറ്റബോധം ആണ് നമുക്ക് ഫീൽ ചെയ്യാം. ഡൂയിങ് സംതിങ് ഇൻ ന്യൂ ആൻഡ് ഈസ് ഹാർഡ് ആൻഡ് ഡസന്റ് ഗിവ് ആൻ ഇൻസ്റ്റന്റ് ഡോപ്പമൈൻ ഹിറ്റ്. പക്ഷെ നമ്മൾ ഹാർഡ് തിങ്സ് ചെയ്യുമ്പോഴോ പിന്നെ
അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ നമുക്ക് എന്ത് ഉണ്ടാകുന്നില്ല, ശരിക്കും ആ ഒരു ഇമ്മീഡിയറ്റ് ഡോപ്പമിൻ ക്രിയേറ്റ് ആവുന്നില്ല. ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ലോങ് ടേമിൽ എന്തുണ്ടാകുന്നുണ്ട്, നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ലോങ് ടേമിൽ ഇപ്പോഴുള്ള ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്സിന് പകരം നമ്മൾ ലോങ് ടേമിലേക്ക് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്നു. ടേക്ക് എ റിസ്ക്, അതായത് നമ്മൾ ജീവിതത്തിൽ ചെറിയ 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 റിസ്കുകൾ എടുക്കാൻ വേണ്ടി പറയുന്നു. അതായത് ദ ബിഗസ്റ്റ് റിസ്ക് ഈസ് നോട്ട് ടേക്കിംഗ് എനി റിസ്ക്. അതായത് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഒരു റിസ്ക്കും നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ ചെറിയ റിസ്കുകളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് എടുക്കാൻ വേണ്ടി പറയും. അതായത് അതിനർത്ഥം നല്ല ജോലി വിട്ട് പിന്നെ അങ്ങനെയുള്ള റിസ്ക് അല്ല, ഒരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള റിസ്ക്, അതായത് ഒരു പ്ലാനോടും റിസ്ക് എന്ത് ചെയ്യണം, നമുക്ക് എടുക്കണം. അല്ലാണ്ട് നാളെ മുതൽ ഞാൻ വലിയൊരു കമ്പനി തുടങ്ങുമ്പോൾ ലോൺ എടുത്തിട്ട് പിന്നെ റിസ്ക്, അങ്ങനെയല്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊരു വിത്ത് പ്ലാനോടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞു. റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് പിന്നെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഇതില് പിന്നെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ നോ, അത്ര ഒന്നിനോട് അമിതമായ പിന്നെ സന്തോഷമോ ഇതോ ഉണ്ടാകുമ്പോഴല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ അതിനോട് അമിതമായിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞു. നോ ഗുഡ് നോ ബാഡ്. ഇതിൽ അദ്ദേഹം ഒരു ഫാർമറുടെ കഥ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഫാർമറും ഒരു കുതിര ഉണ്ടായിരുന്നു. അപ്പോ ആ നാട്ടുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങള് ഭയങ്കര ഭാഗ്യവാനാണ്, പിന്നെ നിങ്ങൾക്കൊരു കുതിര ഉണ്ടല്ലോ കൈമില് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം മേ ബി ഞാനൊരു ഭാഗ്യവാനായിരിക്കാം എന്ന അർത്ഥത്തിൽ അദ്ദേഹം മേ ബി എന്ന് പറഞ്ഞു. ആ കുതിര കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ കുതിരനെ കാണാനില്ല. അപ്പൊ ആദ്യം ഈ നാട്ടുകാരൊക്കെ വന്നിട്ട് കർഷകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയ്യോ അത് നല്ല കുതിരയായിരുന്നു, ഇത് പോയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അയാളൊന്ന് മേ ബി അത് നല്ലതോ മോശം ഒന്നും അറിയത്തില്ല, മേ ബി അത് നല്ലതായിരിക്കും, മേ ബി അത് മോശമായിരിക്കാം എന്നുള്ള കൺസെപ്റ്റ് അയാൾ ഇതാക്കി. പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിര ഒരു നല്ല 5-8 കുതിരേനെയും കൂട്ടിട്ട് വന്നു. അപ്പോ ആദ്യം നാട്ടുകാർ വന്നിട്ട് വന്നു, കുറെ കുതിരയായല്ലോ, പിന്നെ അപ്പൊ അടിപൊളി അല്ലെ എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു മേ ബി പിന്നെ നല്ലതായിരിക്കും മോശമായിരിക്കാം എന്നുള്ള അർത്ഥം. അപ്പൊ ഈ കുതിര വന്നപ്പോ ഇദ്ദേഹത്തിന്റെ മോൻ ഒരു കുതിരേന്റെ മേലെ റൈഡ് ചെയ്തപ്പോ വീണ്ടും കാലൊടിക്കും. അപ്പൊ നാട്ടുകാർ ആദ്യം വന്നിട്ട് പറഞ്ഞു, ഓ മോന്റെ കാലൊടിച്ചു അല്ലെ, അപ്പൊ പിന്നെ ഒരു മോശം സംഭവമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു മേ ബി അതിലും നല്ലതോ മോശം അറിയത്തില്ല എന്നുള്ള ഒരു ഇതിൽ നിന്നു. അപ്പൊ ആ സമയത്താണ് അവിടെ പിന്നെ മിലിറ്ററി റിക്രൂട്ട്മെന്റ്, നിർബന്ധിതമായ റിക്രൂട്ട്മെന്റിന് വേണ്ടി പിന്നെ ഗവൺമെന്റ് അവിടെ വന്നത്. അപ്പൊ ഈ മോന്റെ കാലൊടിഞ്ഞതുകൊണ്ട് ഇവൻ എടുത്തില്ല മിലിറ്ററിയിൽ. അപ്പൊ അന്നേരം നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ, കാരണം ഇവർ കുതിരേന്റെ മേലെ നിന്ന് കാലൊടിഞ്ഞുകൊണ്ടാണ് ഇവനെ മിലിറ്ററിയിൽ എടുക്കാതിരുന്നത്, അതും ഒരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മേ ബി, അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളോട് പറയുന്നത്, ഈ പുസ്തകം നമ്മളോട് പറയുന്നത് ലൈഫിൽ അങ്ങനെ ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. അതായത് ഒന്നിനും ഓവറായി നമ്മൾ അതിനെ നേരത്തെ മിസ്റ്റേക്സിനെ പറഞ്ഞതുപോലെ തന്നെ ഓവറായി ഒന്നിനും ലൈഫിൽ എടുക്കാനും പാടില്ല, ഒന്നിലും സന്തോഷിക്കാനും ദുഃഖിക്കാനും പാടില്ല എന്നുള്ള ഒരു ന്യൂട്രൽ മൈൻഡിലാണ് നമ്മളെല്ലാം ഒരു സന്യാസി എന്ത് കാര്യങ്ങളും നന്നായി ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് രണ്ടാമത്തെ ഇതിൽ പറയുന്നത്, കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്. പിന്നീട് പറയുന്നത് സെൽഫ് ഡിസിപ്ലിനെ പറ്റിയാണ്. സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു സംഭവമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത്, വി മസ്റ്റ് ഓൾ സഫർ ഫ്രം വൺ ഓഫ് ടു പെയിൻസ്, ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഓർ ദ പെയിൻ ഓഫ് റിഗ്. അതായത് നമ്മള് ജീവിതത്തിൽ 2 പെയിനുകൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യണം. റിഗ്രറ്റ്, പിന്നെ ഇതിൽ ഏതായിരിക്കും നല്ലത്, ഏത് ചൂസ് ചെയ്യുന്നതായിരിക്കും? പെയിൻ ഓഫ് ഡിസിപ്ലിൻ ചൂസ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പെയിൻ ഓഫ് റിഗ്രറ്റ് ചൂസ് ചെയ്യുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡിസിപ്ലിൻ. പെയിൻ ഓഫ് ഡിസിപ്ലിൻ. പക്ഷേ നമ്മൾ ലൈഫിൽ അധികം ചൂസ് ചെയ്യാറ് എന്താണ്? പെയിൻ ഓഫ് റിഗ്രറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ് പെയിൻ ഓഫ് റിഗ്രറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചൂസ് ചെയ്യുന്നില്ല, പക്ഷെ അറിയാണ്ട്. കാരണം നമ്മൾ എല്ലാം എന്താണ്, ഇൻസ്റ്റന്റ് ഹാപ്പിനെസിന്റെ ബാക്കിൽ നടക്കുന്ന ആൾക്കാരാണ്. നമ്മള് ചിലപ്പോ പിന്നെ നമ്മൾ ചിന്തിക്കും ഒരു 10 ദിവസം നിൽക്കുന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളടി, പിന്നെ പറയൂ സർ, ഗോപകുമാർ സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ?
പെയിൻ ഉണ്ടായ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് വീണ്ടും പെയിൻ കൂട്ടും നമ്മളാണെങ്കിൽ. ഓക്കെ. അല്ല അല്ല ഇതില് നമ്മളിപ്പോ എന്തൊരു നല്ലൊരു സ്വഭാവം നമ്മളെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയാലും നമുക്കറിയാം. ഇപ്പം ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ലൈഫ് ഒക്കെ പുസ്തകത്തിൽ പറയുന്നത് പോലെ മനസ്സ് ഒരുപാട് ഇപ്പൊ 4 മണിക്ക് നമുക്ക് എണീക്കണം എന്നുള്ളൊരു ഇതെടുക്കുന്നു, ഒരു ശീലം നമ്മൾ നോക്കുന്നു. പക്ഷെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കും. നീ ഉറങ്ങിക്കോ, നീ എന്തിനാ എണീക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറെ പ്രശ്നമാക്കും. നമ്മളൊരു ഡിസിപ്ലിൻ ആയ വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉറപ്പായി എണീക്കും, നമ്മൾ അത് ചെയ്യും. അപ്പൊ അത് ഈ 4 മണിക്ക് എണീക്കാം, ഡിസിപ്ലിൻ ആയാലോ എണീക്കുന്ന സമയം എന്തുണ്ട്, ആ ഉറക്കത്തെ നമ്മൾ അതിനോടൊക്കെ ഒരു ഇതാക്കുന്നില്ല. നമ്മൾ അതൊരു സുഖമുള്ളൊരു പരിപാടിയൊന്നും അല്ല. 4 മണിയാകുമ്പോൾ ഇപ്പൊ തണുപ്പിലൊക്കെ എണീക്കാം. പക്ഷെ ഒന്നിക്കലും നമ്മൾ അത് എടുക്കണം, ആ പെയിൻ എടുക്കണം, ഡിസിപ്ലിന്റെ ആ പെയിൻ നമ്മൾ എടുക്കണം. 4 മണിക്ക് എണീക്കല് അല്ലെങ്കിൽ എന്തൊക്കെ എക്സസൈസ് ചെയ്യാം, പിന്നെ അപ്പൊ അത് ഒന്നിക്ക് ആ പെയിൻ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ 4 മണിക്ക് നമ്മൾ എണീക്കാണ്ട് ഒരു 7 മണിക്ക് നമ്മൾ എണീച്ചു എന്ന് കരുത്, അപ്പൊ നമുക്കൊരു പെയിൻ വരും, റിഗ്രറ്റ് ഉണ്ട്, അയ്യോ ഞാൻ നന്നാവൂല ലൈഫിൽ, പിന്നെ 4 മണിക്ക് എണീക്കാന്ന് കരുതിയത് 7 മണിയായി, അപ്പൊ ഞാൻ പണ്ടത്തെ പോലെ തന്നെ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ ആദ്യം പോകും. അപ്പൊ ജീവിതത്തിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ലൈഫിൽ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഒന്നിക്കലും ഡിസിപ്ലിനും പെയിനും ഒക്കെ ഉണ്ട്. നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പിന്നെ കുറെ കാര്യങ്ങൾ, പിന്നെ ഇപ്പം നല്ല TV ഷോകൾ, നല്ല റീൽസുകൾ നമ്മൾ കാണാണ്ടിരിക്കേണ്ടി വരും. പിന്നെ അപ്പൊ അതൊക്കെ ഒരു പെയിൻ തന്നെയാണ് ഡിസിപ്ലിൻ. അല്ലെങ്കിൽ നമ്മൾ ഇത് കണ്ടിട്ടാകുമ്പോൾ നമുക്ക്, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു പെയിൻ വരും, അയ്യോ ഞാൻ ഇന്നു മുതൽ റീൽസ് ഒന്നും അധികം കാണാതെ വെച്ചാണ്, കണ്ടല്ലോ എന്നുള്ള ഒരു പെയിൻ വരും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു പെയിൻ നമ്മളെ ലൈഫിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബെസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഇതെനിക്ക് പെയിൻ ഓഫ് ഡിസിപ്ലിനിലാണോ പോകുന്നത്, അല്ലെങ്കിൽ പെയിൻ ഓഫ് റിഗ്രറ്റ് ആണോ എനിക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ബുദ്ധിപരമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് പെയിൻ ഓഫ് ഡിസിപ്ലിനിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. പക്ഷെ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മളെ പെയിൻ ഓഫ് റിഗ്രറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാറുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത് രണ്ടില് ഏതെങ്കിലും ഒന്ന് നമ്മളോട് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇനി പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് ദ എനിമി ഓഫ് ഡിസിപ്ലിൻ, അച്ചടക്കത്തിന്റെ പിന്നെ ശത്രുവാണ്. പിന്നെ നീട്ടിവെക്കുക എന്നുള്ളത് ഒരു ഡിസിപ്ലിന് എതിരാണ്. ഓക്കെ, നന്നായി ഡിസിപ്ലിൻ ഉള്ള ആള് എന്താ മാറ്റിവെക്കുക, അവർ ടു ഡു ലിസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ലിസ്റ്റ് ചെയ്ത് ചെയ്യുന്നവരാണ്. അപ്പൊ അതൊരു ഡിസിപ്ലിൻഡ് ആയ വ്യക്തിയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നവർക്ക് ഒരു അച്ചടക്കവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. യു മസ്റ്റ് എൻജോയ് ദ പ്രസന്റ് ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് യുവർ ഫ്യൂച്ചർ. അതായത് തീർച്ചയായിട്ടും ഈ പുസ്തകം നമ്മളോട് പറഞ്ഞു, ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ട്. എന്തിന്റെ അധികാരമുണ്ട്? ഈ നിമിഷം എൻജോയ് ചെയ്യേണ്ട അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതൊരിക്കലും എന്താകാൻ വേണ്ടി പാടില്ല, നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ കോസ്റ്റ് ആകാൻ പാടില്ല. നിങ്ങളുടെ പിന്നെ അതിന്റെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ എവിടെയെങ്കിലും നേടിയെടുക്കാനുള്ളതിനെ ത്യജിച്ചിട്ടാകാൻ പാടില്ല ഇപ്പോഴത്തെ സന്തോഷം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്നും ഇന്ന് ഞാൻ ഇപ്പം ചെയ്താൽ പിന്നെ വെറും എൻജോയ്മെന്റ് ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇന്ന് ഞാനിത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ എന്ത് ബെനിഫിറ്റ് ആണ് എനിക്ക് കിട്ടുക എന്നുള്ളതും കൂടി നോക്കണം. ഒരിക്കലും എന്താകാൻ വേണ്ടി പാടില്ല, നാളത്തെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ എൻജോയ്മെന്റിനെ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് ഇന്ന് പലതും നമുക്കെന്ത് തോന്നും, നല്ലതാണ്, നമ്മളെ മൈൻഡ് അങ്ങനെയാണ്, നമ്മളെ പ്രലോഭിപ്പിക്കും അല്ലെ. പിന്നെ ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ടുള്ള പല കേസുകളും എല്ലാം എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ സമയത്ത് ആ പർട്ടിക്കുലർ ടൈമിൽ അവർക്ക് അത് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് അവരത് ചെയ്തത്. പിന്നീടാണ് അതെന്താണെന്ന് പുലിവാലാകുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നോക്കി നമ്മൾ ചെയ്യുക. ഒരിക്കലും അതെന്താകാൻ വേണ്ടി പാടില്ല, ഭാവിന്റെ ആ കോസ്റ്റ്, നമ്മൾ നാളത്തെ നല്ലതിനെ നമ്മൾ വേസ്റ്റ് ആക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നു ഈ പുസ്തകം. അതായത് ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ, ഡു ഇറ്റ് നൗ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. പിന്നെ ഡോണ്ട് ലെറ്റ് ഫെയിലിയർ സ്റ്റോപ്പ് യു. ഇപ്പൊ നമ്മള് പിന്നെ ഇതിൽ പറഞ്ഞിട്ട് നമ്മളിത് പണ്ട് അക്ബർ ബീർബൽ കഥകളിലൊക്കെ കണ്ടതാണ്. പിന്നെ ഡോണ്ട് ലെറ്റ് ഫെയിലിയർ സ്റ്റോപ്പ് യു എന്ന് പറയുന്നത് അക്ബർ പിന്നെ ബീർബലോട് പറഞ്ഞതുപോലെ, അതായത് മനസ്സിൽ സുഖം പിന്നെ ദുഃഖിതരും സന്തോഷവന്മാരും രണ്ട് ആളും കണ്ടാൽ ഒരുപോലെ ഫീൽ ആകുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഈ സമയം മാറും അല്ലെങ്കിൽ ഇതും ഇതാകും എന്നുള്ളത് പോലെ തന്നെ അതില് അദ്ദേഹം ഈ പുസ്തകത്തിൽ വേറൊരു സ്റ്റോറി പാറ്റേൺ കൊടുത്തു എന്നേ ഉള്ളൂ. അതൊരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല,
പിന്നെ ഫെയിലിയർ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം ഈ നിമിഷവും കടന്നു പോകും എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുക. ഇതിലൊരു രാജാവിന്റെ ഒക്കെ കഥ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുള്ളൂ. അത് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ട ബീർബൽ അക്ബർ കഥകൾ തന്നെയാണ്. ദീസ് ടു ഷാൽ പാസ് ഉള്ള അതിലാണ് പറയുന്നത്. പിന്നീട് ഇത്രയുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. വളരെ മനോഹരമായ സെഷൻ. ഒത്തിരി ടേക്ക് അവേസ് ആണ് സത്യത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. വളരെ ചെറിയ ബുക്കാണെന്ന് പറഞ്ഞു. ഏകദേശം 100ഓളം ചാപ്റ്റർ ബുക്ക് പേജുകളുള്ള ബുക്കാണ്. പക്ഷെ അതിൻ്റെ കണ്ടന്റുകൾ വളരെ അട്രാക്റ്റീവ് ആണ്. ആദ്യത്തെ തുടക്കം തന്നെ പറഞ്ഞതാണ് നോട്ട് ഫോളോ ബട്ട് അട്രാക്ട്. നമ്മൾ ബട്ടർഫ്ലൈസിനെ ഫോളോ ചെയ്ത് പോകുന്നതിന് പകരം ഒരു നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി ബട്ടർഫ്ലൈനെ ആകർഷിക്കണം. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രത്യേകത ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്ന പോലെ. ആൻഡ് പിന്നെ പറയുന്നത് ദിസ് എ പെർഫെക്റ്റ് ടൈം. ഇതാണ് പെർഫെക്റ്റ് ടൈം. ഈ സമയമാണ് സമയം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് കാര്യങ്ങളെ ക്രോഡീകരിക്കുക. പിന്നെ പറയുന്നു വറി അബൌട്ട് പാസ്റ്റ്. ഇതാണ് നമ്മളുടെ ഒരു പ്രോബ്ലമായിട്ട് എപ്പോഴും കാണുന്നത് അല്ലേ. നമ്മൾ പാസ്റ്റിനെ ഓർത്ത് വറിഡ് ആവും. പക്ഷെ അതിനൊരു ഫോർമുല വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പരിധിയിലധികം അല്ലേ, ഒരു മീഡിയം ലെവലിൽ പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനകരമാകുന്ന രീതിയിൽ, എന്നാൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, പ്രൊക്കാസ്റ്റിനേഷൻ ഇസ് എനിമി ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഡിലേ വിൽ നെവർ കോസ്റ്റ് ദ ഫ്യൂച്ചർ. നമ്മളുടെ ഫ്യൂച്ചറിൻ്റെ വിലയായി മാറരുത് ഡിലേ. രണ്ട് തരത്തിലുള്ള പെയിനെ കുറിച്ച്, ടു ടൈപ്സ് ഓഫ് പെയിൻ ഉണ്ടാവും. ഒന്ന് ഡിസിപ്ലിന്റെ, അല്ലെങ്കിൽ പെയിൻ ഓഫ് ഡിസിപ്ലിൻ, പെയിൻ ഓഫ് റിഗ്രറ്റ്. പിന്നെ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത്, അതെ, പിന്നെ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു വലിയ ബാഡ് പാർട്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയും. കാരണം അറിയാതെ നമ്മൾ അതിനകത്ത് കുടുങ്ങിപ്പോകാനുള്ള സാധ്യത. ലേസിനെസ്സിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ഒരു കുറച്ച് നേരത്തേക്ക് നമുക്ക് ഹാപ്പിനെസ് ഒക്കെ തോന്നിയാൽ പോലും പിന്നെ അതൊരു റിഗ്രറ്റായി മാറാനുള്ള സാധ്യതകൾ. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി നമ്മുടെ ലൈഫിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി പോയിന്റുകൾ ഇതിൻ്റെ അകത്ത് വളരെ ഉണ്ട്. വളരെ മനോഹരമായി കഥകളുടെ മേമ്പടിയോടുകൂടി വൈജു സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഇനി ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് ഡിസ്കഷൻ കൂടെ നമുക്ക് ചെയ്യാം. ആരാണൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? റോയ് സാർ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? റോയ് സാർ ഉണ്ടോ? പോയോ? റോയ് സാർ, രജു സാർ, ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യും? ഞാൻ ചോദിച്ചോട്ടെ, ഈ സാറെ ബുക്കിന്റെ പേര് ആർട്ട് ഓഫ് ലേസിനെസ് എന്നാണ്. ആർട്ട് ഓഫ് ലേസിനെസ്. അതിനെ ഒരു ആർട്ട് ഓഫ് ലേസിനെസ്. സാറിന് ആർട്ടൊക്കെ നമ്മൾ നല്ല കാര്യങ്ങളെ കുറിച്ചാണ്. ആർട്ട് ഓഫ് ഗുഡ് സ്പീക്കിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, ആർട്ട് ഓഫ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചാണ് സാറിന് പറയാറുള്ളത്. ഇവിടിപ്പം കോൺട്രഡിക്റ്ററി ആയിട്ടാണ് പറയുന്നെങ്കിൽ പോലും അത് വാസ്തവമാണ്. അതൊരു ആർട്ടാണ്. കാരണം നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്നതാണ് അത്. പക്ഷേ അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആരും, അതായത് നമ്മൾ ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോഴും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കാറില്ല, പക്ഷെ ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ദുഃഖിക്കുന്നത്. അതാണ് ഇതിനകത്തുനിന്ന് പറഞ്ഞത് അല്ലേ. അന്നത് ചെയ്യാതെ പോയതുകൊണ്ട് പലതും അന്നത് എനിക്ക് ചെയ്യാമായിരുന്നു, അന്നത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. അപ്പം ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് ദുഃഖിക്കുന്നത്, അല്ല ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല. നമ്മൾ പറയാറുണ്ട്, വളരെ കറക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചൈനീസ് കർഷകൻ്റെ കഥ പറഞ്ഞത് വളരെ 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 കറക്റ്റാണ്. അതായത് നമ്മൾ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. ഒരു ബാലൻസ് ഇട്ട് കീപ്പ് ചെയ്യണം അല്ലേ. അതാണ് വളരെ നല്ലൊരു കഥയാണ്. തീർച്ചയായിട്ടും പല രീതിയിൽ ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. മേ ബി മേ നോട്ട് ബി. ഇപ്പോൾ നമുക്കുണ്ടായ സംഭവം ഒന്നുകിൽ നല്ലതിനായിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കും ചിന്തിച്ചുകൊണ്ട് കുറച്ച് ബാലൻസ്ഡ് ആയിട്ടൊരു നേച്ചർ ഉണ്ടാകും. നമുക്ക് അറിയാം ഈ കാലവും കടന്നു പോകുമെന്നുള്ള ചിന്ത വളരെ നല്ലൊരു
ആർട്ട് ഓഫ് ലേസിനെസ് എന്നുള്ള ഒരു വിചിത്രമായ പേരാണ് ഇപ്പോൾ പോലും വളരെ നല്ല പോയിന്റ്സ് ആണ് അതിനകത്ത് കൂടി പറയുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വരണം. കംഫർട്ട് സോണിൽ നമ്മൾ അതുപോലെ പ്രോക്കാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം എന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പ്രോക്കാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം. നമ്മുടെ സമയത്തെല്ലാം അപഹരിക്കുന്നത്, മോഷ്ടിക്കുന്നത് നമ്മുടെ ഈ പ്രോക്കാസ്റ്റിനേഷൻ ആണ് അല്ലേ. അതുതന്നെ അതിന് വേറെ രീതിയിൽ പ്രോക്കാസ്റ്റിനേഷൻ ഈസ് ദി എനിമി ഓഫ് പ്രോഗ്രസ്, അങ്ങനെ അവിടെ പറയുന്നത് അല്ലേ അല്ല സാർ. ഇതൊക്കെയും വളരെയധികം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടാണെങ്കിൽ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് സാർ ചെയ്തത്. ബിജു സാറിൻ്റെ വിശാലമായ വായനയിൽ നിന്നും ലഭിച്ചതായിട്ടുള്ള ഈ മുത്തുകൾ, ആ വായനയിൽ നിന്നും ലഭിച്ചതായ മുത്തുകളെ ഇന്ന് വാരി വിതറിയതിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ബാക്ക് ടു സബ സാർ. താങ്ക് യു രാജേഷ് സാർ. താങ്ക് യു. റോയ് സാർ പറയും. അതെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും സാറ് പറഞ്ഞ കുറേ പോയിന്റ്സ് നമ്മൾ ഓർത്തിരുന്നാൽ എല്ലാ സിറ്റുവേഷനിലും നമുക്കൊരു ആത്മവിശ്വാസം തരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഓവറായി അതിലേക്ക് കൊണ്ടുവരരുത്. എന്നാൽ ആ സംഭവിച്ച മിസ്റ്റേക്കിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഓവറായിട്ട് അതിനെ ഫീൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. പക്ഷെ അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് വേറെ വിഷയം. ഓക്കെ, അതിനൊരു പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഇങ്ങനെ ഒരു ചിന്ത നമ്മളിലുണ്ട് എങ്കിൽ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇത്. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതലായി സമയം കളയരുത് എന്ന് പറയുന്ന കാര്യം ഉണ്ട്. പിന്നെ നമ്മൾ ആരെയും ഡിപ്പെൻഡബിൾ ആകരുത്. ആരെയും നമ്മളൊരിക്കലും ഡിപ്പെൻഡബിൾ മറ്റുള്ളവരെ അത് ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം സാധാരണ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഈ പോയിന്റ്സുകൾ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അങ്ങനെ നശിച്ചിരിക്കുക, അത് നേരെയാക്കാൻ മറ്റൊരാൾ വരും എന്ന് ചിന്തിച്ചിരുന്നാൽ അത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ വി ഷുഡ് ബി മാസ്റ്ററിങ് ഓഫ് അവർ, അതൊക്കെ വളരെ ഇതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ലോങ് ടൈമിലേക്ക് ചിന്തിക്കണം എന്ന് സാർ പറഞ്ഞ കാര്യം അത് ശരിയാണ്. അന്നേരത്തെ ഒരു ഇതല്ല. പിന്നെ എപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കും. അത് സാധാരണ സംഭവമായി കംഫർട്ട് ആൻഡ് എൻജോയ്. അത് അങ്ങനെ എൻജോയ് ചെയ്യാതെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കംഫർട്ട് സോൺ സാധാരണ രീതിയിൽ ഒരു കംഫർട്ട് സോൺ വന്നാൽ അത് ബ്രേക്ക് ചെയ്യാതെ അങ്ങനെ അങ്ങ് പോട്ടെന്ന് ഓർത്ത് ഇരിക്കുകയുള്ളൂ. പക്ഷെ അതങ്ങനല്ല എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം ആ പോയിന്റ്, കാരണം കംഫർട്ട് സോൺ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് പോയാൽ മതി എന്നോർത്തേ നമ്മൾ ഇരിക്കാറുള്ളൂ. അത് അങ്ങനെ അല്ല. അതൊക്കെ വളരെ ഇതായിട്ട് തോന്നി. ഇത് പല കാര്യങ്ങളും ഈ പറയുന്നത് പ്രായോഗിക ജീവിതത്തിലും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ കുറേ പോയിന്റുകളാണ്. ഇതൊക്കെ ഈ സാറ് പറഞ്ഞപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. സാറിൻ്റെ എക്സാമ്പിൾസും ഒക്കെ വളരെ ഭംഗിയായിട്ട് തോന്നി. രണ്ട് മൂന്ന് എക്സാമ്പിൾ സാർ പറഞ്ഞതൊക്കെ വളരെ മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഇത്രയൊക്കെ എനിക്ക് അറിയാനുള്ളൂ. താങ്ക് യു സാർ. സുരേഷ് ബാബു സാർ ഉണ്ടോ? സാർ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ വീഡിയോ ഓൺ ആക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. കണ്ണാടി എടുത്തോട്ടെ സാറേ. സാറേ ഞാൻ മുഴുവൻ കേട്ടു സാറിന്റെ ക്ലാസ്. ഇതിപ്പം നമ്മളൊരു അതികായനെ കൊണ്ടല്ലേ, അതികായനാണല്ലോ, പുസ്തകങ്ങളുടെ രാജാവെന്നോ അല്ലെ വായനയുടെ രാജാവെന്നോ പറയാവുന്ന ഒരാളാണ് ബൈജു ഭാസ്കർ. ഇദ്ദേഹത്തെ എനിക്ക് കഴിഞ്ഞ 5.5 വർഷമായിട്ട് അറിയാം. ഈ 5.5 വർഷം കൊണ്ട് ഇദ്ദേഹം നേടിയെടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെക്കൊണ്ടും സാധിക്കാത്ത രീതിയിലുള്ള പുസ്തക വായന. അത് ഇംഗ്ലീഷും മലയാളവും വായിച്ചിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നോബൽ പ്രൈസ് കിട്ടിയൊരു നോവൽ ഇതുണ്ട്, ഇറ്റാലിയൻ നോവലാണ് ഓട്ടോ ദ ഫേ, ആക്ട് ഓഫ് റീഡിങ് എന്ന് തോന്നുന്നു, ആക്ട് ഓഫ് റൈറ്റിംഗ്, ഓട്ടോ ദ ഫേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈലിയാസ് കനേറ്റിയുടെ. അദ്ദേഹം ആ പുസ്തകം ഉള്ള ലൈബ്രറിയിലേക്ക് തീ പിടിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പുസ്തകങ്ങളോട് അത്രയധികം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ആക്ട് ഓഫ് ഓട്ടോ ദ ഫേ സാർ കേട്ടിട്ടുണ്ടോ? നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകമാണ്. അപ്പോ അതിന് സമാനമായിട്ട് ഇദ്ദേഹം പുസ്തകങ്ങളുടെ ഇടയിൽ കിടന്നാണോ ഇനി ഇദ്ദേഹത്തിന്റെ അന്ത്യകാലം ഒന്നും നമുക്കറിയാൻ പറ്റൂല. ഈ കണക്കിലാണ് അദ്ദേഹം പോകുന്നത്. കാരണം പുസ്തകത്തിന്റെ രാജാവായി.
ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഡിസിഷൻ എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഡിസിഷൻ എടുക്കുന്ന ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, എ റോങ് ഡിസിഷൻസ് ക്യാൻ ബി കറക്റ്റഡ്, എ റോങ് ഡിസിഷൻസ് ക്യാൻ ബി കറക്റ്റഡ് ബട്ട് ഇൻഡിസിഷൻ ലീഡ്സ് ടു റിഗ്രറ്റ്. സാറ് പറഞ്ഞില്ലേ, റിഗ്രറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു. കാരണം രാവിലെ ഞാൻ ഈ കമന്റ്സ് പറഞ്ഞതാണ്. ഡിസിഷൻ എടുക്കുന്നത് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, എന്തെങ്കിലും എടുത്തല്ലോ. പക്ഷെ എടുക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കൂടുതലും ഇച്ഛാഭംഗം ഉണ്ടാവുന്നത്. അപ്പം പിന്നെ നമ്മൾ പറയുന്ന രാവിലെ എഴുന്നേൽക്കാനുള്ള, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഷവലിന്റെ ഒരു കാര്യം അവർ പറഞ്ഞു, നമുക്ക് ഡിറ്റർമിനേഷൻ വേണമെന്നുണ്ടായിരുന്നു. ഡിറ്റർമിനേഷൻ. അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, യു ആർ വാണ്ടഡ് ടു ഡു സംതിങ് ഓർ ഡിറ്റർമൈൻഡ് ടു ഡു സംതിങ്. അപ്പൊ ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ യു ആർ ഡിറ്റർമൈൻഡ് ടു ഡു ദാറ്റ്. അപ്പൊ ആ ഡിറ്റർമിനേഷൻ അത് വലിയ കാര്യമാണ്. രണ്ടാമതായിട്ട് ഒന്നിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞതാണ് കാര്യം. നമുക്കുള്ള വെച്ചാൽ ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ പാസ്റ്റിലാണ് ജീവിക്കുക അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ് ജീവിക്കുക, ഈ പ്രസന്റിൽ നമ്മൾ ജീവിക്കുന്നില്ല എന്ന് നമുക്ക് പല ക്ലാസ്സുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ കൂടെ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ രണ്ട് കഥ, ഒന്നാ കൃഷിക്കാരന്റെ കഥ, അത് നമ്മൾ വേറെ പല വിധത്തിലും കേട്ടിട്ടുണ്ട്. ഓരോരുത്തർ നാട്ടുകാർ വന്ന് പറയും എല്ലാം നല്ലതിനാന്ന് പറയുമ്പോൾ അയാൾക്കൊരു സംശയം ആണോ. അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുതിരയുടെ കൂടെ നടന്നതിന്റെ പേരിൽ മകന്റെ കാലൊടിയുന്നതും. അന്നേരം നാട്ടുകാർ പറയുന്നു, അത് കഴിഞ്ഞിട്ട് നിർബന്ധിത സേവനത്തിന് യുവാക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന ഭടന്മാര് കാണുന്നത് കാലൊടിഞ്ഞു കിടക്കുന്നുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടുന്നത്. അങ്ങനെ കുറെ കഥകൾ ഇങ്ങനെയുണ്ട്. അപ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് വരുന്നത് പോലെ സ്വീകരിക്കുക എന്നുള്ളതല്ലേ, നമ്മള് വരുത്തണ്ട. അപ്പൊ ആദ്യത്തെ കഥ ബട്ടർഫ്ലൈയുടെ കഥയും അട്രാക്ട് ചെയ്യുക എന്നുള്ളതിന്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ പുറകെ നടന്ന് ചെയ്യണ്ട, അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെത്താനെ വന്നുകൊള്ളും. അപ്പൊ അതാണ് ആ കഥകളുടെ ഒക്കെ ഈ പുസ്തകത്തിന്റെ നന്നായിരുന്നു സാർ. അത് അദ്ദേഹത്തിന്റെ ഭാഷയും നല്ലതാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അനർഗള് നമ്മൾ തന്നെ പറഞ്ഞ ഒരു ബ്രേക്ക് ഇല്ലാതെ അദ്ദേഹം സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു ബൈജു സാർ, താങ്ക് യു സാബു സാർ. താങ്ക് യു സാർ. സത്യത്തില് ബ്രേക്കിൽ ഇല്ലാതെ പോവുകയല്ല, ഈ ബുക്ക് റിവ്യൂവിന്റെ കൂടെ മറ്റു ബുക്കുകളുടെ കണ്ടന്റും കൂടെ കയറി വരും. അതാണ് ബൈജു സാറിന്റെ ഒരു പ്രത്യേകത. അതെ, കാര്യം ഇതല്ല എവിടുന്ന വരുന്ന അറിയത്തില്ലല്ലോ. ഹി ഡോണ്ട് നോ വാട്ട് ഹി നോ. അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പോയി വരും. ഇന്നിപ്പോ അത്രയ്ക്കും വന്നില്ല, എങ്കിലും ചിലപ്പോൾ നമുക്ക് അസാധാരണമായിട്ട് തോന്നും. പല ബുക്കുകളുടെ പേര് പറഞ്ഞ് എല്ലാം കണ്ടന്റ് ആഡ് ചെയ്ത് കണക്ട് ചെയ്ത് പോകും. അതാണ് സാറിന്റെ ഒരു പ്രത്യേകത. ജോർജ് സാറേ പറഞ്ഞോ. ആദ്യം തന്നെ ബൈജു സാറിനൊരു വലിയ അഭിവാദ്യം അർപ്പിക്കട്ടെ. എനിക്ക് ഈ ക്ലാസ് ആ ഫ്ലയർ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു അത്ഭുതം ഉണ്ടായി. ഇപ്പോ ക്ലാസ് കഴിയുമ്പോൾ മറ്റൊരു അത്ഭുതവും ഉണ്ട്. ആദ്യത്തെ അത്ഭുതം ആദ്യം പറയാം. ഒന്ന്, ആ ക്ലാസിന്റെ പേരാണ് ആർട്ട് ഓഫ് ലൈസിനസ്. അത് രാജു സാർ അത് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ ലൈസിനസിന് ഒരു നല്ല വശം ഉണ്ടോ എന്നുള്ള ഒരു കൗതുകത്തിലാണ് ഞാൻ ഈ ക്ലാസ് കേട്ടു തുടങ്ങി. അതാണ് എൻ്റെ ഒരു അത്ഭുതം. ഓക്കെ, ഇനി ഏതാണ്ട് 8 പോയിന്റ് ഏകദേശം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 പോയിന്റും നമ്മൾ കേൾക്കുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ നമ്മളെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നതായിരുന്നു. അതാണ് ഈ സാറിന്റെ ക്ലാസിന്റെ ഏറ്റവും വലിയ മെച്ചമായിട്ട് എനിക്കെടുത്ത് പറയാനുള്ളത്. അതിൽ ഓരോ പോയിന്റും നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ചിലതൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണെങ്കിൽ കൂടെയും അത് കുറെ കൂടി നമ്മുടെ ആഴത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് പോവുമായിരുന്നു, എല്ലാം നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങൾ ദൈവമേ അതിനേക്കാൾ വലുതായിരുന്നല്ലോ എന്ന് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കുറെ സമയം മറ്റു ചില ആളുകളുടെ സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു, നമുക്ക് വേണ്ടി തനിയെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ഞാൻ ഈ എൻ്റെ ഒരു വൈകിയ വേള പോലെ തോന്നുന്ന ഒരവസരമാണ്. അതുകൊണ്ട് തന്നെ വല്ലാതെ അത്തരം പോയിന്റുകളൊക്കെ സ്വാധീനിച്ചു. പിന്നെ രണ്ടാമത്തെ രണ്ടത്ഭുതം പറഞ്ഞാൽ ആദ്യത്തെ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ അത്ഭുതം, അതായത് സാറ് ഇത്രമാത്രം പുസ്തകങ്ങൾ വായിക്കുന്നു, അതിലേറെ ക്ലാസ്സുകൾ എടുക്കുന്നു,
അത് കൂടുതൽ പഠിക്കാനായിട്ടുള്ള സമയം എടുക്കുന്നു. ഇതിനിടയിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് എന്റർടൈൻമെന്റും മറ്റും സാധിക്കുന്നതെന്ന് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഫാമിലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനിടയിൽ യാത്ര കാണും, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും കൊള്ളാം, വളരെ ഗംഭീരമായിരിക്കുന്നു ഈ എൻ്റെ ഒരു നിരീക്ഷണം. ഞാൻ ചുമ്മാ അങ്ങ് അതിൽ തള്ളിക്കളയേണ്ടതൊക്കെ തള്ളിക്കളഞ്ഞോളൂ. ഏതായാലും ഒരുപാട് ഉപകാരമുള്ള സംഗതികളായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ഓക്കെ സാർ, താങ്ക് യു. ഗോകുമാർ സാർ ഉണ്ടോ? താങ്ക് യു സർ, താങ്ക് യു. രമാദേവി മാം, കുഞ്ഞോയ് മാസ്റ്റർ, ശുദ്ധോധനൻ ഡോക്ടർ. ഓക്കെ, എല്ലാവരും തിരക്കിലാണെങ്കിൽ യെസ്. രമാദേവി എന്ന് വിളിച്ചോണ്ടാ ഞാൻ വരാം. ഓക്കെ ഓക്കെ. ബൈജു സാർ, സാബു സാർ, ഏതായാലും നല്ലൊരു ക്ലാസ്സാണ്. അതായത് സാറ് ആദ്യം തുടങ്ങുമ്പോൾ സാറിൻ്റെ ഒച്ചയെല്ലാം ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ പകുതിയിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആവുമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒച്ചക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, സാറിന് സുഖമില്ലാന്ന് തോന്നി എനിക്ക് ആദ്യം. കാരണം ആ ഒച്ച ഇടരുന്ന പോലെയെല്ലാം തോന്നി. പക്ഷെ സാറിന് കുറച്ച് സ്പീഡ് കൂടുതലാണ് പറയുമ്പോൾ. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, അത് ഞാൻ സത്യം പറയാമല്ലോ. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല. അത് സ്പീഡ് കൂടിയതിന് കാരണം എനിക്കറിയാം, ആത്മാർത്ഥതയാണ്. അങ്ങനെ ആത്മാർത്ഥത വരുമ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് തീർക്കാണ്ട് അത് ടൈം വെച്ചിട്ട് ഞാൻ എന്തായാലും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ള ഒറ്റ ഒരു ബോധത്തിലാണ് അങ്ങനെ കുറച്ച് സ്പീഡ് കൂടുന്നത്. കുഴപ്പമില്ല സാറേ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. കാരണം സാറ് ആ പറഞ്ഞ കഥയുണ്ടല്ലോ, അത് നല്ല കഥയാണ്. അങ്ങനെയുള്ള കഥകൾ അതിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് നല്ല ക്ലാസ് ആയിട്ട് മാറുക. കാരണം എല്ലാം സാറിപ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ലാം നല്ലതിനെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. അപ്പം ചിലപ്പോൾ അത് നല്ലതും ആവാറുണ്ട്. അപ്പം പിന്നെ മുമ്പ് ഒരു രാജാവ് പിന്നെ നായാട്ടിന് പോകുമ്പോൾ അയാളുടെ കൈ മുറിഞ്ഞു, അങ്ങനെ വിരല്. അപ്പം മന്ത്രി പറഞ്ഞു രാജാവേ എല്ലാം നല്ലതിനെന്ന്. അപ്പം മന്ത്രിനെ പിരിച്ചുവിട്ടിട്ട് കാട്ടിലെത്തിയിട്ട് അയാളെ നരബലിക്ക് കൊണ്ടുപോയിട്ടാകുമ്പോൾ അവർ തിരിച്ചു വിട്ടു. അതായത് എല്ലാ അംഗം ഒരുപോലെയുള്ളവർ വേണം, ഇയാൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. അപ്പം മന്ത്രിനെ വിളിച്ചിട്ട് വീണ്ടും സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടി അവിടെയൊക്കെ കേട്ടിരുന്നു ഞാൻ. അപ്പൊ ലേസിനെസ് എന്ന് പറയുമ്പം ശരിക്കും ഇതിപ്പം കുട്ടികൾക്കാണ് കൂടുതൽ ലേസിനെസ് ഉണ്ട്. പഠന കാര്യത്തിലെല്ലാം കൂട്ടി വെച്ചിട്ട് പരീക്ഷ അടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റാത്ത, പിന്നെ ഛർദി, ഉറക്കക്ഷീണം, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകില്ല, അങ്ങനെ ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നു. പിന്നെ ഡിലേ കാര്യങ്ങൾ ഇതായിട്ട് പറയാം. അതിൽ 3 ഇതായിട്ട് പറഞ്ഞത് അവസാനം സാറ് പറഞ്ഞല്ലോ, ഒരാൾ ഒന്നും ചെയ്യില്ല, രണ്ടാമത്തെ ആൾ ചെയ്യുന്നത് ആ സമയത്ത് ചെയ്യാതെ പിന്നെ അവസാനം അത് ചിന്തിക്കും, അന്നേ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നാല്. അപ്പം ഇപ്പം ഡു ഇറ്റ് നൗ എന്നുള്ള ഒരു തത്വം, അത് എനിക്ക് സാറിനോട് പറയാനുള്ളത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിപ്പം കയറിയിട്ട് LDC ആയിട്ട് കയറി കഴിഞ്ഞാൽ ഒരു 7 പരീക്ഷ നിർബന്ധമായിട്ട് പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് ഒരു 4 പരീക്ഷയും കൂടിയുണ്ട്. എനിക്കാണെങ്കിൽ ഈ KSR പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫാണ് സാറേ. കാരണം എനിക്ക് പണ്ടേ കണക്ക് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ആ KSR പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്ക് ട്രഷറിയിലെ ഒരു ഓഫീസർ ക്ലാസ് എടുത്തിട്ട് എനിക്ക് തോന്നി, അയ്യോ ഇത്ര ഈസി ഉള്ള കണക്കാണോ ഞാൻ ഇതുവരെ ബുദ്ധിമുട്ടെന്ന് തോന്നിയത്. അതുകൊണ്ട് എന്താ ഈ 4 വേണ്ടാത്ത 4 പിന്നെ ഹയർ പരീക്ഷയും ഞാൻ പാസ്സാക്കി വെച്ചു. ഭാവിയിൽ എന്തെങ്കിലും ഇതും കൂടി പക്ഷെ അത് ഞാൻ പറയുകയാണെങ്കിലും എന്നിട്ടാണ് LDC, UDC, HC, JEO ഓഫീസർ ആവുന്നത്. പക്ഷേ ഞാൻ 1-2 ആൾക്കാരെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിരുന്നു സാറേ. UD ക്ലർക്ക് ആയിട്ട് പരീക്ഷ പാസ്സാകാത്ത ഒരാളോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് വലിയ പണിയാണ്, പരീക്ഷയെല്ലാം പാസ്സായിട്ട് ഒരു ഓഫീസറെല്ലാം ആയിക്കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും അത് ലേസിനെസ് ആണ് സാറേ. ശരിക്കും നമ്മളൊരു ഉദ്യോഗം ഭരിക്കുമ്പോൾ സാലറി എല്ലാം കയറി പോകണമെങ്കിൽ പരീക്ഷ പാസ്സാവണം. പക്ഷെ സാറ് പറഞ്ഞത് അന്നേരം എൻ്റെ മനസ്സിൽ പിന്നെ ഓടിയത് അതാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ സാറ് പറഞ്ഞ ഈ ബുക്ക് റിവ്യൂ വളരെ അർത്ഥവത്താണ് സാറേ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ കുറ്റബോധം ഇല്ല എന്നുള്ളതാണ്. ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ 1 മാസത്തെ യോഗ ടീച്ചറുടെ വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോയി. അപ്പൊ അവരെന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ് 23-ാം വാർഡിൽ 1 മാസം ക്ലാസ് എടുക്കാൻ വനിതകൾക്ക്.
അപ്പം പിന്നെ അവര് ചോദിക്കുകയാണ് കൗൺസിലർ, മാഡം എപ്പോഴാ ഉദ്ഘാടനം? ഞാൻ പറഞ്ഞു വെക്കാം, ഈ ആഴ്ച വെക്കാം. 1-ാം തീയതി പറ്റുമോ? അല്ല, എന്നോട് പറഞ്ഞു നാളെ പറ്റുമോ? ഞാൻ പറഞ്ഞു നാളെ പറ്റൂല, എനിക്ക് കാസർഗോഡ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ട്. 1-ാം തീയതി പറ്റുമോ? 1-ാം തീയതി എനിക്ക് പെൻഷനേഴ്സിന്റെ ഒരു പിന്നെ ഇതുണ്ടാവും. 2-ാം തീയതി പറ്റുമോ? ഇല്ല, പെൻഷനേഴ്സിന്റെ മത്സരമൊക്കെ ഉണ്ട് കുടുംബ സംഗമത്തിൽ, അതിൽ 4 ഞാൻ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാഡം ഒന്ന് നാളെ വിളിച്ചു പറയാം എപ്പൊ പറ്റുന്നുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞാല് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സാറേ, എനിക്ക് എന്നെ സംബന്ധിച്ചോളം കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ നമ്മളെ ലൈഫില്. അങ്ങനെ ആകുമ്പം സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് സാറേ, ഈ നുണ പറയലുണ്ടല്ലോ. ഫോൺ വിളിച്ചിട്ട് കുടുംബത്തിനോട് സംഗതി വരണ്ടാത്ത പറയാ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് വരുത്തിയിട്ട് പറയാ, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവും. ഇതെന്താന്ന് നല്ല സുഖമായിട്ട് കാര്യങ്ങളെല്ലാം നീക്കുന്നത്. കുറച്ച് സമയം കിട്ടുമ്പോൾ ഇവിടെ ഹസ്ബൻഡ് പറയും നമുക്ക് ലൂഡോ കളിക്കാന്ന് പറഞ്ഞു, മറ്റേ പിന്നെ ഡൊമിനീസ് കളിക്കാന്ന് പറയും. കുറെ കളികളിൽ ഇങ്ങനെ ഏർപ്പെടും. അപ്പൊ എന്നാ ചിലപ്പോ തോപ്പിക്കൊക്കെ ചെയ്യും കേട്ടാ കളിക്കുമ്പോ. നമ്മൾ വഴക്കെല്ലാം കൂടും, അതിനൊരു രസമുണ്ട്. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു സാറേ, ഒരുപാട് ഞാൻ നീട്ടിപ്പോയി, സോറി. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ക്ലാസ്. ഓക്കെ, ഗോകുമാർ സാർ. രമാവതി മാഡം, ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. നമസ്കാരം. ആ മന്ത്രിയെ പിരിച്ചുവിടുകയല്ല ചെയ്തേ, മന്ത്രിയെ ജയിലിൽ അടയ്ക്കുക ചെയ്തേ. മന്ത്രിയെ ജയിലിൽ അടച്ചപ്പോ മന്ത്രി പറഞ്ഞത് ഇതും നല്ലതിനാന്ന്. കാരണം അത് നല്ലതിനാന്ന് പറഞ്ഞ രാജാവിന്റെ കൂടെ മന്ത്രി പോയിരുന്നെങ്കിൽ നരബലിക്ക് രാജാവിനെ കൊള്ളാതെ വരുമ്പോ മന്ത്രിയെ നരബലിക്ക് ബലിയാടാക്കുമായിരുന്നു. അതെ അതെ അതെ. ഗോകുമാർ സാർ പറയും. നമസ്കാരം, ഗോകുമാറാണ്. ഇപ്പൊ എനിക്ക് രമാദേവി പറഞ്ഞ ആദ്യം പറഞ്ഞ ഒരു കാര്യം തന്നെ പറയാനുള്ളത്. എന്നെ പോലെ തന്നെ അല്പം സ്പീഡ് കൂടുതലായിരുന്നു, പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റി, കൂടുതൽ പറയാൻ സാധിച്ചു. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം മാറ്റി വെക്കുന്ന ആൾക്കാരാണ് കൂടുതൽ വരും. നാളെ ആട്ടെ, മറ്റന്നാളാട്ടെ, അങ്ങനെ ആട്ടെ ചെയ്തത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നാളത്തെ കാര്യം ഇന്ന് ചെയ്യണം, ഇന്നത്തെ കാര്യം ഇപ്പൊ തന്നെ ചെയ്യണം, അങ്ങനെയുള്ള നിർബന്ധമുള്ള കൂട്ടത്തിലാണ് ഞാനും, അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. വളരെ ബുക്കിനെ നമ്മൾ നോക്കണ്ട, അല്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. നല്ല അഭിപ്രായമുണ്ട്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സർ. ശുദ്ധാൻ ഡോക്ടറോട് പറയൂ. ഡോക്ടർ തിരക്കിലാണോ? ഓക്കെ, സോ ബൈ സാർ, അപ്പൊ ഇനി റെസ്റ്റ് ഒക്കെ എടുക്കൂ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? സർ, ഞാൻ കഞ്ഞി കുടിക്കുകയായിരുന്നു, പക്ഷെ സംസാരിക്കാം. ക്ലാസ് 8 മണി ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. അപ്പൊ കഞ്ഞിയാണെങ്കിലും ദാറ്റ്സ് കോൾഡ് ഡിന്നർ. അപ്പോൾ ഞാൻ ക്ലാസ് ഇങ്ങനെ സൂചിച്ച് കേൾക്കുകയായിരുന്നു. അപ്പോൾ പക്ഷെ ഇത് ഓരോ ഈ ഇതിങ്ങനെ ആറ്റിക്കുറുക്കി പറയുമ്പോഴും ഞാൻ നമ്മുടെ സമകാലിക ജീവിതവും അതേപോലെ തന്നെ സമൂഹത്തിൽ സംഭവിക്കുന്നതൊക്കെ ഇങ്ങനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ഞാനിങ്ങനെ ആസ്വദിച്ച് പോവായിരുന്നു. കാരണം നമ്മളൊക്കെ ഈ ഫാഗ് എൻഡ് ഓഫ് ലൈഫിലായതുകൊണ്ട് അപ്പൊ ഇനി അത് കറക്റ്റ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ ഇത്തിരി ലേസി ആയിട്ടൊക്കെ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അച്ചീവ്മെന്റ്സിന്റെ പ്രായം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം ഈ ലേസിനെസ്, ആർട്ട് ഓഫ് ലേസിനെസ് എന്നുള്ളത് ശരിക്കും അത് ഈ ലേസിനെസ് വെറുതെ ഇരിക്കലല്ല, അത് എൻജോയ് ചെയ്യാനൂടെ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ ബൈജു സാറ് ഈ ലേസി ആയിട്ട് ഇരുന്നുകൊണ്ടായിരിക്കും വായിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇരുന്ന് വായനയാണല്ലോ, അല്ലാതെ നമുക്ക് നടന്നോ സ്റ്റെപ്പ് കയറിയോ TV കണ്ടോ വായിക്കാൻ പറ്റില്ല. അപ്പൊ വി ആർ റിലാക്സിങ് ആൻഡ് എൻജോയിങ് റീഡിങ്. അപ്പൊ അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആർട്ട് ഓഫ് ലേസിനെസ്. അത് ഈ ആർട്ട് ഓഫ് റീഡിംഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്നാണത്. നമ്മുടെ ടൈം ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നു. സാറ് വായിച്ചത് കൊണ്ട് സാറിന് മാത്രമായിരുന്നു ഉപകാരം ഇതുവരെ. പക്ഷെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഈ മാറി. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാവിയെ നശിപ്പിച്ച് ഇപ്പോൾ സന്തോഷിക്കരുത്. അത് ആ സമയത്ത് നല്ലതാണെന്ന് തോന്നും. പക്ഷെ ഇത് പോറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ സ്വർണം അടിച്ചു മാറ്റുമ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ഫ്യൂച്ചറിൽ അത് മഹാദുഃഖത്തിന് കാര്യമാകുമെന്നും ജയിലിൽ കിടക്കുമെന്നൊന്നും ആലോചിക്കാതെ ഇരുന്നത്. അപ്പൊ അതിൽ ഈ റൈറ്റ് ആൻഡ് റോങ് എന്നൊരു ഭാഗം കൂടെ ഉണ്ട്. നമ്മൾ ഈ ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഒരു ഈ മറ്റേ ഫ്രാൻസിലെ പാരീസിലെ മറ്റേ മ്യൂസിയത്തിൽ കയറി ഇത് അടിച്ചു മാറ്റുമ്പോൾ അതൊരു ഭയങ്കര ഒരു വെഞ്ചറാണ്.
ഈ ഒരു കോണി അഡ്ജസ്റ്റ് ചെയ്യുന്നു, മുകളിൽ കൂടെ കയറി താഴേക്ക് എത്തുന്നു, അത് ബ്രേക്ക് ചെയ്ത് എടുത്തിട്ടൊക്കെ പോകുന്നു. പക്ഷെ എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടും എന്നൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിൽ ഇത് ഡൂസ് ആൻഡ് ഡോൺസും കൂടെ ഇതിനകത്ത് ഈ കർമ്മോന്മാദിയായിട്ട് നമ്മൾ ഭയങ്കര വർക്കോളിക്കായിട്ട് ഇപ്പൊ ചെയ്ത് കളി എന്നും പറഞ്ഞിട്ട് ചാടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത്. അപ്പൊ ഇത്തിരി ഒരു ലേസിനെസ്സുകൾ ആവശ്യമുണ്ട് എന്നുള്ള ഒരു ജീവിത വീക്ഷണക്കാരനാണ് ഞാൻ. ആ ലേസിനെസ്സിനെ എൻജോയ് ചെയ്യണം, അല്ല ഭയങ്കരമായിട്ട് കിടന്ന് വർക്ക് ചെയ്ത് ഇങ്ങനെ പോകണ്ട. പക്ഷെ ഈ ബട്ടർഫ്ലൈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്, ബട്ടർഫ്ലൈയുടെ പിന്നാലെ പോകണ്ട, ഒരു ഗാർഡനും ഉണ്ടാക്കൂ, ബട്ടർഫ്ലൈസ് വിൽ കം അറൗണ്ട് യു എന്ന് പറഞ്ഞതുപോലെ ഉള്ളത്. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളോടും അതേപോലെ ഈ ഇതിൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് പണിപ്പെടുന്ന കുട്ടികളോടും ഒക്കെ പറയാൻ പറ്റിയ ഗംഭീരമായിട്ടുള്ള ധാരാളം പോയിന്റ്സ് ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു സാർ പോയിന്റ്സ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല റീൽസ് ഇപ്പോൾ ആ റീൽസ് കാണണ്ട, പരീക്ഷ കഴിഞ്ഞേ കാണൂ എന്നങ്ങോട്ട് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഭാഗത്തൊരു പെയിൻ ഓഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മളത് എടുക്കുന്നു. പക്ഷെ അപ്പോൾ ഇപ്പം റീൽസും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയ്ക്ക് തോറ്റു കഴിയുമ്പം പെയിൻ ഓഫ് റിഗ്രറ്റിലേക്ക് പോയി കഴിയും. അപ്പോൾ എന്തായാലും നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. കുറേ പോയിന്റ്സും കുറേ ചിന്തയ്ക്ക് എന്താ പറയുക ഇഷ്ടപ്പെടും. രാവിലെ യോഗ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് കിടക്കും, പക്ഷെ രാവിലെ എണീറ്റ് ചെയ്യാതെ അവസാനം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അയ്യോ അന്ന് 5 മണിക്ക് എണീറ്റ് യോഗ ചെയ്തിരുന്നെങ്കിലോ എന്നുള്ള റിഗ്രറ്റ്, പെയിൻ ഓഫ് റിഗ്രറ്റിലേക്ക്. അപ്പൊ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ആൻഡ് പെയിൻ ഓഫ് റിഗ്രറ്റ്സ് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പോയിന്റ്സ് ഐ പിക്ഡ് അപ്പ് ഫ്രം യുവർ ക്ലാസ് സർ. താങ്ക് യു. ഐ കൺക്ലൂഡ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു ബൈജു സാർ, വളരെ സന്തോഷം, വളരെ മനോഹരമായ സെഷൻ. താങ്ക് യു. വീണ്ടും അടുത്ത ആഴ്ച സെക്കൻഡ് പാർട്ട് ഉണ്ടോ? അത് തീർന്നോ? കംപ്ലീറ്റ്? സാറ് കണ്ണൂരാണോ സാറേ? ഒരു മിനിറ്റ് സാറേ, ജോഷി സാറോട്. ഞാൻ പയ്യന്നൂരാണ്. പയ്യന്നൂരാ? ഓക്കെ. ജോഷി സാർ റിപ്ലൈ. ജോഷി സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ചങ്ങായിക്ക് സമയം കിട്ടാൻ. എനിക്ക് നല്ല സമയം കിട്ടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കാരണം എനിക്ക് മോന്റെ കൂടെ ആയാലും എല്ലാവരുടെ കൂടെ എനിക്ക് സമയം കിട്ടാറുണ്ട്. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്രക്ക് വലിയ വായനക്കാരനൊന്നുമല്ല. ഹാർഡ്ലി ഒരു ദിവസം ഒരു അരമണിക്കൂറോ പിന്നെ 3/4 മണിക്കൂറോ വായിച്ചായി എന്നുള്ളതും. അല്ലാണ്ട് മണിക്കൂറുകൾ ഞാൻ അധികം മോന്റെ കൂടിയും ഒക്കെ ഇതാണ് ഓഫീസ്. ഇങ്ങനെ സമയം കിട്ടുമ്പോൾ വായിക്കും. അല്ലാണ്ട് അതിനായിട്ടൊരു 3-4 മണിക്കൂർ ഇരിക്കലോ പിന്നെ ഞാനത് ചെയ്യുന്നത് ഇങ്ങനെ കുറെ ബുക്ക് റിവ്യൂസ് കാണും. അപ്പം നല്ല തോന്നിയാല് അത് വാങ്ങും. അതുകൊണ്ട് എല്ലാറ്റിനും സമയം കിട്ടാറുണ്ട്. ഒരുപാട് നന്ദി. താങ്ക് യു. Thank you, sir. Thank you. Good night. Okay, sir. Thank you. Good night. Okay, sir. Bye. See you.